ഈ പൊതുയോഗത്തിലേക്ക് നമ്മൾ ക്ഷണിച്ച വിശിഷ്ട അതിഥികൾക്ക് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ക്ലബിന്റെ സെക്രട്ടറിയും എന്റെ സുഹൃത്തുമായ ശ്രീ ഹനീസ് PMB സാഹിബ് അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ശ്രീ KB ഗണേഷ് കുമാറിനെ എന്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായ ക്ലബ് പ്രസിഡന്റ് ശ്രീ അബ്ദുൾ റഫീഖിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ലതാ സി നായരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന പെരുമ്പന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ K ജോസഫ് അവരെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ശ്രീമതി ബിന്ദുപോൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഈ വാർഡിന്റെ മെമ്പർ ശ്രീമതി റഷീദ മാളുടെ ഞാൻ എന്റെ പേരിലും ഈ ക്ലബിന്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ അജിത് BA ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി റൂബി ഗോപാലിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീ ബൈജു D വാർഡ് മെമ്പർ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീ മാത്യു P ജോർജ് വാർഡ് മെമ്പർ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി ലതാ സോമരാജൻ വാർഡ് മെമ്പർ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീ PM ബഷീർ സാഹിബ് മുൻ വാർഡ് മെമ്പർ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീ വിക്രമൻ കോറ്റി മുൻ വാർഡ് മെമ്പർ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീ D സത്യപാലൻ സാറിനെയും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബാക്കി എല്ലാവരും നമ്മൾ കാണുന്ന ഇങ്ങനെ സ്റ്റേജിലെ ഫുള്ള് പിടിച്ചാൽ മതി, അങ്ങോട്ടും ഇങ്ങോട്ടും കൊട്ടാൽ. ശ്രീ സുഹറ ബീവിയെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇതെല്ലാം പിടിക്കാൻ നമുക്ക് വീഡിയോ എടുക്കുമല്ലേ. സ്കൂൾ ബോയ്സ് ക്ലബിന്റെ 15ാമത് വാർഷികമാണ് ഇന്നിവിടെ 3 ദിവസമായിട്ട് നടന്നു വന്നത്. 2 ദിവസം ബാഡ്മിന്റൺ ടൂർണമെന്റ് കഴിഞ്ഞു. ഇന്ന് നമ്മുടെ വാർഷികമാണ്. വാർഷികത്തിന്റെ ദിവസം പൊതുയോഗമാണ് ഇവിടെ ഈ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വാടകഘട്ടത്തിലാണ് ഇതിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു വായനശാല അത്യാവശ്യമാണ്. ഈ 2 കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുള്ളൂ. പിന്നെ സ്പോർട്സിന്റെ കിറ്റുകളൊക്കെ, ക്രിക്കറ്റിന്റെയും ബാഡ്മിന്റണിന്റെ ഒക്കെ കിറ്റുകളൊക്കെ നമ്മുടെ മന്ത്രി നേരത്തെ വാഗ്ദാനം ചെയ്യുകയാണ്. ഇവിടെ മത്സരിച്ച സമയത്ത് നമുക്ക് വാഗ്ദാനം ചെയ്തത്, അതായത് നമ്മുടെ ഒരു ജ്യേഷ്ഠനായിട്ടാണ് നമ്മളെല്ലാം അന്ന് അഭിസംബോധന ചെയ്തത്. ഒരു അനുജന്മാരായിട്ടാണ് നമ്മളെ ഇവിടെ അഭിസംബോധന ചെയ്ത് അന്ന് സ്വീകരണ പരിപാടിയിൽ സംസാരിച്ചത്. അതുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് നമ്മളോട് അറിഞ്ഞു. അതിലേറ്റവും വലിയ സന്തോഷം. ഞങ്ങളുടെ ഭാരവാഹികളുടെ എല്ലാവിധ പ്രത്യേക ഒരു താങ്ക്സ് നമ്മുടെ മന്ത്രിക്ക് രേഖപ്പെടുത്തുന്നു. ഈ പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തിയ ബഹുമാനനും ആദരണീയനുമായ വനം വകുപ്പ് മന്ത്രി ശ്രീ KB ഗണേഷ് കുമാർ അവരുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ബഹുമാന്യ അധ്യക്ഷൻ, പ്രിയപ്പെട്ട സഹോദരൻ, ഈ ക്ലബിൻ്റെ പ്രസിഡന്റ് ശ്രീ അബ്ദുൾ റഷീദ്, സ്വാഗതം ആശംസിച്ച ഹുസൈനസ്, PMB സാഹിബ്, ആദരണീയായ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി ലതാസി നായർ, ആദരണീയനായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ K. ജോസ് അവറുകളി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ബിന്ദുമോൾ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ പുറന്തൂർ പഞ്ചായത്തിലെ ശ്രീമതി ഋഷി ജമാൾ, പ്രിയങ്കരനായ വാർഡ് മെമ്പർ ശ്രീ അജിത്, വാർഡ് മെമ്പർമാരായ ശ്രീമതി റൂബി ഗോപാലൻ, ശ്രീ ബൈജു, ശ്രീ മാത്യു P. ജോർജ്, ശ്രീമതി ലതാ സോമരാജൻ, മുൻ വാർഡ് മെമ്പർ പ്രിയപ്പെട്ട ശ്രീ PM ബഷീർ ഖാൻ. പഞ്ചായത്ത് നൽകിയ വലിയ റോഡുകളെല്ലാം PWDയിലേക്ക് നൽകാനുള്ള നടപടി നമ്മൾ എടുക്കും. അതുകൊണ്ട് റോഡുകളുടെ നവീകരണത്തിൽ വളരെ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് പ്രധാനപ്പെട്ട റോഡുകളെല്ലാം PWD ഏറ്റെടുത്തില്ലെങ്കിൽ നമുക്കതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നന്നായി നടക്കുകയില്ല എന്നുള്ളതുകൊണ്ട് അത് നമ്മൾ ഏറ്റെടുക്കണം. ഞാൻ ദീർഘമായി ഒന്നും പറയുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ ജനപ്രതിനിധികൾ, പഞ്ചായത്ത് മെമ്പർമാർ, പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവരും ഉണ്ട്. ഞാൻ ദീർഘമായൊന്നും പറയുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട അനിയന്മാർ എന്നോട് പറഞ്ഞു, ഇലക്ഷൻ സമയത്ത് പറഞ്ഞു നിങ്ങളോട് ഞാൻ സഹകരിക്കും, നിങ്ങൾ എന്നെ സഹായിക്കണമെന്നപ്പോൾ അവർ വളരെ സ്നേഹത്തോടെ സഹായിച്ചു. അത് കഴിഞ്ഞ് ഞാൻ അവരെ കണ്ടപ്പോൾ തെരഞ്ഞെടുപ്പിന് വോട്ടൊക്കെ കിട്ടിയ ശേഷം നിങ്ങൾക്ക് എന്താ വേണ്ടത്, ഒരു സമ്മാനം തരാമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു സ്പോർട്സ് കിറ്റ് മതി, ക്രിക്കറ്റിൻ്റെ. ഞാൻ പറഞ്ഞു എന്താ വേണ്ടതെന്നൊരു കടലാസ് എഴുതാമെന്ന് പറഞ്ഞു. അവർ കടലാസ് എഴുതുന്നു. ഷട്ടിൽ ബാഡ്മിൻ്റൺ കളിക്കാനുള്ള ഒരു കിറ്റും ക്രിക്കറ്റ് കിറ്റും വേണമെന്ന് രണ്ടും ഞാനിവിടെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് സ്പോർട്സ് വകുപ്പിൻ്റെ അല്ല, ഇത് എൻ്റെ സ്വന്തമാണ്. എൻ്റെ അനുജന്മാർക്ക് ഞാൻ സ്വന്തം അധ്വാനത്തിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതാണ്, അല്ലാതെ സ്പോർട്സ് വകുപ്പിൻ്റെ അല്ല. എൻ്റെ കാര്യം ഓർത്തുകൊള്ളണം. സ്പോർട്സ് വകുപ്പിൽ എന്തൊക്കെ തരാൻ പറ്റും നോക്കട്ടെ. എന്തൊക്കെ തരാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾക്ക് ഞാൻ വാങ്ങിച്ചു തരാം. ഇവിടെ ഒരു സ്റ്റേഡിയത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ എല്ലാ പഞ്ചായത്ത് മെമ്പർമാരെയും പ്രസിഡന്റിനെയും ജില്ലാ പഞ്ചായത്ത് മെമ്പറെ ഇരുത്തിക്കൊണ്ട് പറയുകയാണ്, നമ്മുടെ ഈ നിയോജകമണ്ഡലത്തിൽ എവിടെയെങ്കിലും നിങ്ങളൊരു 8 ഏക്കർ സ്ഥലം, പ്രധാന ഉൾഭാഗത്തൊന്നും പറ്റത്തില്ല, ഏതെങ്കിലും റോഡിൽ നിന്ന് ഒരു 1-2 കിലോമീറ്റർ കൂടി അകത്ത് വരത്തക്കതിയുള്ള ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു 8 ഏക്കർ സ്ഥലം നിങ്ങൾക്ക് ശരി ചതുപ്പൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല കണ്ടെത്തിയാൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ 7 കോടി രൂപ ചെലവഴിച്ച് ഒരു സ്റ്റേഡിയം നിർമ്മിച്ച് നൽകാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. 2 ഏക്കറൊക്കെ ഉണ്ട്. ഇൻഡോർ സ്റ്റേഡിയത്തിന് അത് മതിയായിരിക്കും. ഇൻഡോർ സ്റ്റേഡിയം മതിയെങ്കിൽ അതല്ലേ കമണായി. അതുപോലെ ചവർ സംസ്കരണത്തിന് എല്ലാ പഞ്ചായത്തിലും ചവർ സംസ്കരണ കേന്ദ്രങ്ങൾ ഉണ്ടാക്കണമെന്നാണ്. അപ്പം നമുക്കിവിടെ അത്രയും ചവറില്ലാത്തതുകൊണ്ട് 10,000 പഞ്ചായത്ത് പുറത്തു പഞ്ചായത്ത് ചേർന്നുകൊണ്ട് ഈ ഫാമിനകത്ത് എവിടെയെങ്കിലും കൃഷി ചെയ്യാതെ കിടക്കുന്ന മനുഷ്യന് അടുത്ത് താമസമില്ലാത്തൊരു ഭാഗം കണ്ടുപിടിച്ച് ഒരു പൊതുവായി എൻ്റെ മനസ്സിലൊരു ആശയമാണ്, അവിടെ ഒരു അറവുശാലയും അവിടെ എല്ലാ മാംസ മാലിന്യങ്ങളും സംസ്കരിക്കാൻ കഴിയുന്ന, മറ്റ് മാലിന്യങ്ങൾ സംസ്കരിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം നമ്മുടെ പത്തനാപുരം പുറന്തൂർ പഞ്ചായത്ത് അല്ലെങ്കിൽ പട്ടാഴി പഞ്ചായത്ത്, പട്ടാഴി വടക്കേക്കര പഞ്ചായത്തിനെ കൂടി സഹകരിപ്പിച്ചുകൊണ്ട് എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഒരു ഭാഗത്ത് തുടങ്ങാം. MLAയുടെ ഫണ്ടും ഞാൻ നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപയോഗിച്ച് ഒരു സ്ഥലം പണിയണം. ഇത്രയും നാൾ എന്നെ കാണാൻ മടിച്ചിരുന്ന ഫാമിംഗ് കോർപ്പറേഷൻ്റെ MD എന്നെ കാണാൻ വന്നു. പക്ഷേ അധിക ദിവസം കസേരയിൽ ഉണ്ടാവില്ല, എന്നാലും വന്നതിൽ സന്തോഷം. എന്നോട് പറഞ്ഞു ഞാൻ സാറ് പറഞ്ഞ എല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ശരിയാണ്, ചെയ്തിട്ടുണ്ട്. കണ്ണ് കാണാൻ വയ്യാത്ത സ്ത്രീയെ ഒരു ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും ഒരു ജോലി, പ്രയാസം കുറഞ്ഞ ഒരു ജോലി കൊടുക്കണം, കണ്ണ് കാണാൻ വയ്യാത്ത സ്ത്രീയാണ് എന്ന് പറഞ്ഞൊരു കത്ത് കൊടുത്തയച്ചു. അപ്പോൾ അയാൾ നല്ല ജോലി കൊടുത്തു. 5 മണിക്ക് പോയിട്ട് ടാപ്പ് ചെയ്യാൻ പറഞ്ഞു. കണ്ണിൻ്റെ ആവശ്യമില്ലല്ലോ, ഇരുട്ടായിരിക്കും. അതുകൊണ്ട് കണ്ണ് കാണാൻ വയ്യാത്ത സ്ത്രീക്ക് 5 മണിക്ക്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട്